എന്താ ബൂക്ക ഉറക്കായിരുന്ന? ഞമ്മക്ക് വെപ്പും കുടിയും തീറ്റയല്ലാണ്ട് വേറെന്താ ഇവിടെ പണി? അല്ല ഇതാരാണ്ടോ? ഇത് ബാപ്പൂട്ടി, ആചാര്യയുടെ സ്വന്തം ആളാ. സ്വന്തം ആളെന്ന് പറഞ്ഞാ ബാപ്പാന്റെ വയ്യിലാ ഉമ്മാന്റെ വയ്യിലാ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബാപ്പൂട്ടി കുറെ ദിവസം ഇവിടെ ഉണ്ടാവും. അബൂക്ക വേണം ബാപ്പൂട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അത് ഞമ്മൾ ഏറ്റ്. ഒന്ന് മുണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ല. ഇന്നമ്മനെ ചായ. അബൂക്കാന്റെ നാടെവിടാ? എങ്ങോ കണ്ട പോലെ. അങ്ങ് വടക്കാ, കൊയിലാണ്ടിക്ക് അപ്പുറത്ത്. അല്ല, നല്ല തണ്ടും തടിയുണ്ടല്ല. മോനിക്ക് വേറെ വല്ല നല്ല പണിയും നോക്കായിരുന്നില്ലേ? അല്ല, ഞാൻ വേറൊന്നോർത്ത് പറഞ്ഞതല്ല കേട്ടാ. ഈ ഹാജിയാരുടെ കൂടെ ഒരിക്കൽ കൂടിയാലുണ്ടല്ല, ചക്കപ്പശമെ പഞ്ഞു പിടിച്ചതുപോലെയാണ്. വിട്ടുപോരാൻ ഒക്കൂല. പോന്നാ പിന്നെ തുണ്ടം ആകുകയും ചെയ്യും. മൂപ്പര് വരണണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളാ. താമസമൊക്കെ എങ്ങനെയുണ്ടോ? എനക്കിഷ്ടപ്പെട്ട? പിന്നെ ഇത് കുറെ കുപ്പായങ്ങളാ. ഈ ഞമ്മളോടെ നിൽക്കുമ്പോ എനക്കുറെ വീറും വൃത്തിയൊക്കെ വേണം. അല്ലോടാണിതാ? പിന്നെ പിന്നെ നമ്മൾ വന്നത് 2 ദിവസം കഴിയുമ്പോ ഒരു കപ്പല് പുറംകടലിൽ വരും. അത് ഞമ്മക്കുള്ള 3-4 പെട്ടികളുണ്ട്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും കണ്ണിപ്പെടാതെ ഈ അത് കരക്കെത്തിക്കണം. സഹായത്തിന് നമ്മുടെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇതും വെച്ചോളിൻ, മനസ്സിന്റെ ഒരു ബലത്തിനാ. ബാപ്പൂട്ടിയുടെ മനസ്സിന് കരുത്ത് കിട്ടാൻ ഒരായുധത്തിന്റെ ആവശ്യമില്ലടൂ. പരട്ട് ഹാജിയാരെ 14 വർഷത്തെ അനുഭവങ്ങളുടെ തീയാണ് നെഞ്ചിൽ. ഒരു നിമിഷം കൊണ്ട് നിന്നെ ചുട്ടെടുക്കാൻ എനിക്ക് കഴിയും. പക്ഷെ വേണ്ട, നീ അങ്ങനെ മരിക്കാൻ പാടില്ല. അനക്കെന്താണ് ബാപ്പൂട്ടി ഒരു ആലോചന? ഒന്നുമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അനതിനോട് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ വരട്ടെ. വരി. അൽഹംദുലില്ലാ. കസ്റ്റംസ്. ഇനി എന്താ ചെയ്യാ? പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വാ. നീ ആ ചീനവന്റെ അടിയിലൂടെ ചേർത്തുവിട്. ഇനി നീ ബോട്ട് സ്ലോ ആക്കിക്കോ. എവിടെയാണ് കപ്പലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ചരക്കുകൾ? ചരക്കുകളോ? ഇതിലൊന്നുമില്ല സാറേ. പിന്നെ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട് ഓടിയത്? അത് ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്തതാ. ഓ, നിന്റെ ഒരു പ്രാക്ടീസ്. പോയിക്കോ. ഈ ആൺകുട്ടിയാണ് മോനെ, ആൺകുട്ടി. ഇന്ന് നമ്മള് പോലീസിന്റെയും കസ്റ്റംസിന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ കൈ കൊണ്ട് മാത്രാണ്. മിടുക്കൻ, മിടുമിടുക്കൻ. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ മുതലല്ലേ ഒരു ഉളുപ്പില്ലാതെ വെള്ളത്തിൽ എറിഞ്ഞു കളഞ്ഞത്? റോങ് മെസ്സേജ് തന്നത് ആരാന്നാ എനിക്ക് പിടികിട്ടാത്തത്. നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ആരോ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ബാപ്പൂട്ടി പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ എങ്ങനെ ഒരേ സമയത്ത് 2 കരയിലും കസ്റ്റംസുകാർ വളയുന്നത്? അല്ലോ, തീക്കട്ടയിൽ ഉറുമ്പരിക്കണ ഞമ്മക്കും ചിലതൊക്കെ പൊടി കിട്ടിയിട്ടുണ്ട്. കടപ്പുറത്തെ ചാപ്പയെ പെറ്റുവളർന്ന ഈ മുസ്തഫ
ഇന്ന് ഈ മുസ്തഫ ഹാജിയെ വളർന്നത് ഞമ്മടെ മാത്രം കൈകൊണ്ടാണ്. വിടൂല, ഞമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒരുത്തനെ ഞമ്മളെ വിടൂല, അറത്ത് കളയും. എടോ ലാസറേ, അങ്ങാട് നോക്കിയാട്ടെ. എന്റെ കർത്താവേ, ഇതാരാണിത്? ഇതാരാണ്? ചാൾസ് രാജകുമാരനാ? എന്റെ ഈശോയെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതെന്ത് വണ്ടിയാണ്? കടൽ സ്രാവ് പോലെ ഉണ്ടല്ല. ലോട്ടറി അടിച്ചാ? ആ സംഗതി കലക്കിയിട്ടുണ്ട് കേട്ടാ. ആ എന്താണ്ടാ ഞാരീനെ കിനാക്കാണേണ? കിനാവ് കാണല് നിന്റെ അപ്പന്റെ ജോലിയാണ്. എടാ പുല്ലേന്റെ ബാപ്പാക്കി പറഞ്ഞാലുണ്ടല്ലേ പുളുത്തിക്കളയൂ. ആ പുളുത്തും. ബാപ്പുട്ടിക്ക, നിങ്ങൾ ഇത്രയും കാലം എവിടായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? അന്ന് 4-5 തടിമാടന്മാര് വന്ന് വിളിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടും പോയതാണല്ലേ. കാണാണ്ടായപ്പോ ഞങ്ങൾ വിചാരിച്ച് മാർക്കോസിനെ പോലെ മൊലാളിന്റെ കൈ കൊണ്ട് കാഞ്ഞു കാണുന്നു. കണ്ടിട്ടൊരു മലങ്കോളടിച്ച മട്ടുണ്ടല്ലോ. ബിസിനസ് ആണ്, ജോലിയാണ്. പറയാൻ ഒരുപാടുണ്ടോ. ഞാൻ മാർക്കോസിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ പിന്നെ പോയിട്ട് വെക്കം വരുമല്ല. അന്തിക്കൊന്ന് കൂടണം കേട്ടാ. ഇന്നത്തെ ചെലവ് നിങ്ങളുടെയാണ്. ആയിക്കോട്ടെ. വൈകിട്ട് കാണണം കേട്ടാ. ഇന്നിപ്പോ നിന്റെ ആവശ്യമില്ലല്ല. നിന്നെ തഴഞ്ഞടായ വരും എന്ന് പറഞ്ഞിട്ട് നാളെ എത്രയായി? എന്റെ മോനെ മുതലാളിമാര് തല്ലി കൊന്നു കാണും. അമ്മച്ചിക്ക് അറിയാതെ മാർക്കോസിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കൊച്ചു ത്രേസ്യയെ കണ്ടില്ലല്ലോ. അത് പറയാൻ മറന്നുപോയി കേട്ടാ. അവളെ നമ്മുടെ ലോറൻസ് കെട്ടിക്കൊണ്ടുപോയി. പെങ്ങന്മാരൊക്കെ നല്ല നിലയിൽ കെട്ടിച്ചു കൊടുക്കണമെന്ന് എന്റെ മോന് വലിയ ആശയായിരുന്നു. കാശും മുത്തരി കൊടുക്കാതെ ഒരുത്തും കെട്ടിക്കൊണ്ട് പോയല്ല, അതന്നെ വലിയ ഭാഗ്യം. അതും ഇത് ഓർത്ത് അമ്മച്ചി വിഷമിക്കരുത്. ഇതാ ഇത് വെച്ചോളൂ. എനിക്കിതൊന്നും വേണ്ട മോനെ, എന്റെ മോനെ കണ്ടാൽ മാത്രം മതി. ആവശ്യങ്ങൾ ഒരുപാടുള്ളതാണല്ല മേടിച്ച പെങ്ങളെ. ഇത് വെച്ചോളൂ. ഞാൻ വരട്ടെ. ബാബുട്ടിക്ക, ഞാൻ മാർക്കോസിന്റെ വീട്ടിൽ കയറിയിരുന്നു. അമ്മണി വിഷമിക്കണ്ട, മാർക്കോസ് വരും. ഞാനല്ലേ പറയുന്നത്. ബാബുട്ടിക്ക ഞങ്ങളുടെ കുടിയിലാട്ട് വരണില്ലേ? ഇനിയൊരിക്കൽ വരാം. വരട്ടെ. ആരുമില്ല ഇവിടെ? ആരാ? ഓ, എന്തിനാ വന്നത്? എന്താ എനിക്കിവിടെ വന്നൂടെ? കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോ എന്തായിരുന്നു ഭാവം? വലിയ ആളായപ്പോ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്ന്? മറക്കുകയുമില്ല. ആഹാ, മോൻ എന്താ വന്ന കാലത്തന്നെ നിക്കണ്? ഇരിക്കേ. ഇരിക്കാൻ ആരും പറഞ്ഞില്ല. ബാപ്പൂട്ടി വന്നെന്ന് കരക്കാര് പറയണ കേട്ടു. മോൻ ഇത്ര നാൾ എവിടായിരുന്നു? ചെറിയൊരു ജോലി കിട്ടി. അതേതായാലും നന്നായി. തല്ലും വക്കാണോ ഒക്കെ ആയിട്ട് ഈ കടപ്പുറത്ത് കിടന്ന ജീവിതം പാഴാക്കണ്ടല്ല. മോനിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. ചായ മാത്രം പോരാ, ഊണൂടെ കഴിച്ചേ പോന്നുള്ളൂ. ആയിക്കോട്ടെ. മേരിയേ, മേരിയേ, ഇതാരാണ്? കോരച്ചേട്ടനാ? എന്താണ് ഈ നേരം കെട്ട നേരത്ത്? ലാസറിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അതെനിക്കറിയാവല്ല. ലാസറിയേട്ടനെ കള്ള് ഷാപ്പിൽ കിറുക്കി കിടത്തിയിട്ടാണല്ല ഞാൻ ഇങ്ങാട് വന്നത്. കേട്ടാ മേരി, കുറെ നാളായിട്ട് എന്റെ മനസ്സില് ഒരാശ പെരുകണ്. അതെന്താണ് കോരച്ചേട്ടാ? മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ്. ഇങ്ങാട് വന്നാട്ടെ. കയ്യെന്ന് വിട് കോരച്ചേട്ടാ. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇന്ന് നിന്നെ ഞാൻ വിടൂല. വിടാനാണ് പറഞ്ഞത്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ മട്ടും ഭാവവും കണ്ടപ്പം വേണ്ടപ്പെട്ട കൊച്ചാങ്ങളമാരോട് സഹകരിക്കുന്ന കൊച്ചു പെങ്ങളാണെന്ന് തോന്നി. ഞാൻ പോവുകയാണ്. പിന്നൊരു കാര്യം,
അടിച്ചതോ അടി കൊണ്ടതും നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട. അതിന്റെ നാണക്കേട് എനിക്കല്ല, നിനക്കാണ്, പിന്നെ നാട്ടുകാർക്കും.